ഇപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിന്നാലെയാണ് സകലമാന ചാനലുകാരും, പ്രമുഖ ചാനലുകളാകട്ടെ യൂട്യൂബർമാരാകട്ടെ എല്ലാവരും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പിന്നാലെയാണ്. അങ്ങനെ ഒരു കമ്മിറ്റി അനിവാര്യമായിരുന്നു. സിനിമകളിലെ നമ്മൾ കാണുന്നത് പോലെയുള്ള തിളക്കമുള്ള ചിത്രങ്ങളല്ല അതിൻ്റെ ഉള്ളറകൾ എന്ന് പറയുമ്പോൾ നമ്മളത് അറിയണം. ജയൻ എന്നാണ് പേരല്ലേ? ഓക്കെ, താങ്ക് യു. എന്താണ് ഗൗതം കൃഷ്ണ, ഹായ്. അഭിലാഷ് നായർ, ശരി, ഓക്കെ, എല്ലാവർക്കും ഹായ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സെക്സ് റാക്കറ്റുകളുണ്ട്. അതൊരു മാഫിയയാണ്. കൂട്ടിക്കൊടുപ്പുകാരും കിടന്നു കൊടുക്കുന്നവരും സ്ത്രീകളുടെ ശരീരത്തിനു വേണ്ടി മാത്രം കാത്തു നിൽക്കുന്ന ആളുകളുമാണ് എന്നൊക്കെയുള്ള ഒരുപാട് റിപ്പോർട്ടുകളും വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് അയാൻ, വാണം നിന്റെ തന്ത. ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം, ഈ നടന്മാര്, പ്രമുഖ നടന്മാർ ഖുർആനും ഹദീസും വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പ്രവാചക ചര്യ എങ്ങാനും ആരെങ്കിലും വായിച്ചു എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. എന്റെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം അതല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെയൊന്നും ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇരിക്കട്ടെ, ശരീരം തരൂ, ചാൻസ് തരാം. ഒന്ന് കിടക്കൂ, നിങ്ങൾക്ക് നടിക്കാം. ഇതാണല്ലോ മുഹമ്മദ് അയാൻ. നിന്നെ ഇതിനകത്ത് നിന്ന് പറഞ്ഞു വിടാൻ എനിക്ക് ഓപ്ഷൻ ഉണ്ട്. നിന്നെ ഇതിനകത്ത് ബ്ലോക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. മുഹമ്മദ് അയാൻ ചോദിക്കുകയാണ്, എന്റെ തന്തയാണ് നിന്റെ തന്തയെന്ന്. പോടാ തണ്ടി, നിന്റെ ഉമ്മ എവന്റെ കൂടെ പോയി നിന്നെ ഉണ്ടാക്കിയത് കൊണ്ട് എന്റെ തന്തയാ കൂടാ നിന്റെ തന്ത. നീയും കിടന്നിട്ടുണ്ടല്ലോന്നോ? ഉമ്മ കിടക്കുന്നത് കണ്ടിട്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇവനെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കമന്റ് എടുത്തോണ്ട് പോയോ? ഇന്നലെ നൈറ്റ് 4 പേര് കളിച്ചില്ലെന്ന്. ഞാനതിന് മമ്മദല്ലല്ലോടാ മുഹമ്മദ് അയാനെ. ഒറ്റ മണി നിങ്ങൾ ക്ഷമിക്കണം. ഇതുപോലെയുള്ള നല്ല തന്തയ്ക്ക് പിറക്കാത്ത വെടികളുടെ മക്കള് വന്ന് എന്നെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണ്. ഉമ്മ പലവന്റെ കൂടെ, അവന്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ, അവൻ തന്നെയാണോ എന്നറിയില്ല. ഉമ്മ പലവന്റെ കൂടെ പോയിട്ട് ഇവനെ ഉണ്ടാക്കിയതുപോലെയാണ് എല്ലാവരും എന്നിവൻ ധരിക്കുന്നു. ക്ഷമിക്കണം, പറയേണ്ടി വരുന്നതാണ്. ഒറ്റ മണിക്കൂർ കൊണ്ട് രാത്രിയും പകലും 11 പേരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട മുറിയൻ മമ്മദ് അല്ലടാ ഞാൻ. മുറിയൻ മമ്മദ് അല്ല ഞാൻ. സക്കീർ അലി, സംസ്കാരം എന്നെ പഠിപ്പിക്കണ്ട. മമ്മദിന്റെ സംസ്കാരമല്ലേടാ ഞമ്മന്റെ ആളുകൾക്ക് കിട്ടൂ. അപ്പൊ ഷഠനോട് ഷാഠ്യമല്ലേ പാടുള്ളൂ. അപ്പോ അവരോട് അതേ രൂപത്തിൽ തന്നെ മറുപടി പറയേണ്ടി വരും. മുഹമ്മദ് നബിയുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഹദീസുകളുണ്ട് വളരെ വ്യക്തമായിട്ട്. തൽക്കാലം ഈ അലവലാദിയെ ഞാൻ പറഞ്ഞു വിടുകയാണ്. ഓക്കെ, കാരണം ഇവനൊക്കെ വിഷയത്തിൽ നിന്നും നമ്മളെ വ്യതിചലിച്ചു കൊണ്ടുപോകുക എന്നതാണ് ലക്ഷ്യം. നിൽക്കട്ടെ. അപ്പോ നടന്മാര് പറഞ്ഞത് കിടക്കൂ, നടിക്കാം. നബി എന്താണ് പറഞ്ഞത്? ഒരു കളി തരുമോ കരളെ, നിനക്ക് ഞാൻ സ്വർഗം തരാം. എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? പ്രവാചകൻ പറഞ്ഞത് ഇങ്ങനെയാ, ഒരു കളി തരുമോ കരളെ. അങ്ങാടിത്തണ്ടി, എടാ ചന്തപ്പട്ടി, എടാ അങ്ങാടി പയ്യ, എടാ കാലിത്തൊഴുത്തി കിടക്കുന്ന പയ്യ, നിനക്ക് ഞാൻ ഒരു രാജ്ഞിയെ നിന്നെ പോലെ ഒരു കാലിച്ചന്തയ്ക്ക് ദാനം ചെയ്യാനോ? കൂടെ എഴുന്നേറ്റ്. ചെരിപ്പൂരുന്നതിന് മുമ്പ് നബി പറഞ്ഞു, ഹുസൈദേ ഇങ്ങോട്ട് വന്നേ മോനെ, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടേ കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ട് കക്ഷി കൊണ്ടാക്കി കേട്ടാ. ഇതേ നമുക്ക് കിട്ടൂല എന്ന് തോന്നുന്നുണ്ട്. അവിടെ നിന്നാൽ ഉറപ്പാണ് അട്ടി കിട്ടും. ഇത് തന്നെയല്ലേ പ്രമുഖ നടന്മാരും ചെയ്തത്.
നിങ്ങളുടെ ശരീരം തരൂ, നിങ്ങൾക്ക് അവസരങ്ങൾ തരാം, നിങ്ങൾക്ക് സിനിമകൾ തരാം. നബി പറഞ്ഞതും ഇത് തന്നെ. കളി തരൂ, സ്വർഗം തരാം. ഇവരോട് പറഞ്ഞു കൂടെ കിടക്കൂ, നിങ്ങൾക്ക് സ്വർഗതുല്യമായ ജീവിതം തരാം. പണവും പേരും പ്രശസ്തിയും സുഖവും എല്ലാം തരാമെന്ന് പറഞ്ഞു. ഇതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. പ്രൈം മിനിസ്റ്റർ, നിന്റെ മോളെ റേറ്റ് എത്രയാണ്? എന്തായാലും നിന്റെ മോളുടെ റേറ്റിനേക്കാൾ കൂടുതലാണ് നിനക്ക് മോൾ ഉണ്ടെങ്കിൽ. ഇനി മോൾ ഇല്ലെങ്കിൽ നിന്റെ പെങ്ങളുടെ റേറ്റിനേക്കാൾ ഏറെയാണ്. ഇനി പെങ്ങളും ഇല്ലെങ്കിൽ നിന്റെ ഉമ്മയുടെ റേറ്റിനേക്കാൾ കൂടുതലാണ്. പോരെ? ഉമ്മയുടെ റേറ്റ് നിനക്ക് അറിയാമല്ലോ. വാപ്പ കൂട്ടി കൊടുത്തിട്ട് നീ ആയിരിക്കുമല്ലോ പണം വാങ്ങുന്നത്. പറയടാ. ഇനിയും പറ. ഒരു യഥാർത്ഥ മുഹമ്മദീയൻ എങ്ങനെയായിരിക്കണം എന്ന് ഇവർ പഠിപ്പിക്കുവാണ്. ലിംഗം കൊണ്ട് മാത്രം ചിന്തിക്കുന്ന ഈ വിഭാഗം ഇവരോട് എങ്ങനെയാണ് പിന്നെ മറുപടി പറയുക? മുഹമ്മദ് നബി 6-ാം നൂറ്റാണ്ടിൽ തന്റെ ജനതയോട് പറഞ്ഞത് എന്തോ അത് തന്നെയാണ് ഇപ്പോ ഇവരെയും മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. അതെ, ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അവനെ ബ്ലോക്ക് ആക്കി വിട്ടിട്ടുണ്ട്. നല്ല സുന്നത്ത് ആചരിക്കുന്ന ആളുകളെയൊക്കെ നമ്മളങ്ങ് ബ്ലോക്ക് ആക്കി വിടുന്നുണ്ട്. കാരണം ഇവരുടെ അനാവശ്യം കേൾക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഉമ്മയും പെങ്ങളെയും മകളെയും ഒക്കെ കൂട്ടിക്കൊടുത്ത് പണം വാങ്ങി തിന്ന് ജീവിക്കുന്ന ഇവന്മാർക്ക് ലിംഗം കൊണ്ട് മാത്രമേ ചിന്തിക്കാൻ പറ്റൂ. അപ്പോ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു. ജൗനിന്റെ മകളെ കൊണ്ടുവരുവാണ്. ആ പെണ്ണിനോട് പ്രവാചകൻ അനുചരന്മാരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ചെന്ന് ചോദിക്കുവാണ്, ഒരു കളി തരുമോ കരളെ? നിന്റെ ശരീരം നീ എനിക്ക് ദാനം തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ പെണ്ണ് തിരിച്ചു നല്ല രൂപത്തിൽ അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. 6-ാം നൂറ്റാണ്ടിലെ നബി അങ്ങനെ ചെയ്തെങ്കിൽ ഈ ആധുനിക നൂറ്റാണ്ടിലെ സിനിമാ താരങ്ങൾ ഇത് തന്നെ പറയുന്നു. ഇപ്പോ സിനിമക്കാരുടെ മാത്രം കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ഒരു ഹേമ കമ്മിറ്റി രൂപീകരിച്ചതുപോലെ മദ്രസയിൽ ഒരു ആയിഷ കമ്മിറ്റി രൂപീകരിക്കണം. മദ്രസയിൽ 6 വയസ്സുള്ള കുഞ്ഞൈഷയെ പോലെയുള്ള കുഞ്ഞുങ്ങൾക്കൊരു കമ്മിറ്റി രൂപീകരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ പറയണ്ടേ? അവർക്കും അവരുടെ പ്രശ്നങ്ങൾ ഓപ്പണായി സമൂഹത്തോട് പറയാൻ ഒരു വേദി. ഈ വെളിച്ചെണ്ണ കമ്പനിക്കാരുടെ കാര്യങ്ങൾ പറയണ്ടേ? ഉസ്താദന്മാരായ കാമഭ്രാന്തന്മാരുടെ കാര്യങ്ങൾ പറയാൻ ഒരു വേദി. ആയിഷ കമ്മിറ്റി രൂപീകരിക്കാൻ എന്തിനാ ഇവര് പേടിക്കുന്നത്? അതിലിവര് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോ സമൂഹ മാധ്യമങ്ങളില് ഒരുപാട് ചാനലുകൾ ഉണ്ടാക്കി യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കുമൊക്കെ മറുപടി പറയുന്ന തിരക്കിലാണ് ചില ആളുകൾ. അതുകൊണ്ട് തന്നെ വീണ്ടും ആയിഷ വിവാഹവും ഖദീജ വിവാഹവും സഫിയയുമായിട്ടുള്ള ഡിങ്കോഡാൽഫിയും ബലാത്സംഗവും ഒക്കെ വീണ്ടും സമൂഹ മധ്യത്തിൽ കൂടുതൽ കൂടുതൽ ചർച്ചയ്ക്ക് പാത്രമായിരിക്കുന്നു. ഒരു കാലത്ത് പ്രവാചകനെ സംബന്ധിക്കുന്ന ഇത്തരം വസ്തുതകൾ ചർച്ച ചെയ്യാനോ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള കമന്റ് പറയാനോ ഭയന്നിരുന്ന ആളുകൾ ഇപ്പോ പബ്ലിക്കായിട്ട് കമന്റുകൾ പറഞ്ഞു തന്നെ മുന്നോട്ട് വരുന്നുണ്ട്, വിമർശിച്ച് തന്നെ മുന്നോട്ട് വരുന്നുണ്ട്. ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യവുമുണ്ട്, നല്ല താല്പര്യമായി. അതുകൊണ്ട് എങ്ങനെയാണ് LKG-യിലും UKG-യിലും 1-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കേണ്ടുന്ന കുട്ടി പ്രവാചകന്റെ വസ്ത്രത്തിലെ ശുക്ലക്കറ ചുരണ്ടിക്കളയുന്ന രൂപത്തിൽ ഒരു ലൈംഗിക പക്വത നേടിയ ഭാര്യയായി മാറിയത് എന്ന് ആളുകൾക്ക് അറിയാൻ കൂടുതൽ കൂടുതൽ താല്പര്യമായി. എങ്ങനെയാണ് 53-കാരൻ 6 വയസ്സുകാരിയിൽ
ലൈംഗിക പക്വത നേടിയെടുത്തത് കണ്ടത് എന്നറിയാൻ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ താല്പര്യമായി. എന്തുകൊണ്ടാണ് പ്രവാചകന്റെ പുത്രിയായ ഫാത്തിമ, ആ ഫാത്തിമയുടെ ഭർത്താവായ അലി, ആ അലിയും പ്രവാചകന്റെ 6 വയസ്സിലെ ഭാര്യ, പ്രവാചകൻ 53 വയസ്സും ആയിഷയ്ക്ക് 6 വയസ്സ്, 6 വയസ്സുള്ള ഭാര്യ പ്രവാചകൻ മരിച്ച ശേഷം ഒരു യുദ്ധമുണ്ടായത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ്. പ്രവാചകന്റെ ദാമ്പത്യ ജീവിതത്തിലെ വളരെ വിവാദപരമായ ഒരു കാര്യമാണ് തന്റെ അനുചരനായിരുന്നു അബൂബക്കർ. അതുപോലെ കുടുംബ വഴിയിൽ സഹോദരനുമായിരുന്നു അബൂബക്കറിന്റെ മകൾ ആയിഷ. അബൂബക്കറിന്റെ മകൾ ആയിഷ ഒരു ബന്ധു കൂടിയാണ്. അവരെ 6 വയസ്സിൽ കണ്ട സമയത്ത്, വാസ്തവത്തില് 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ 53കാരൻ കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നേണ്ട കാര്യമില്ല. പക്ഷെ എനിക്ക് തോന്നി ചെറിയ പ്രായത്തിലെ തന്നെ വേറെ ആരോ ആയിട്ട് കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്നതാണ് എന്നൊക്കെ ഇവരിങ്ങനെ ന്യായീകരിച്ച് വെളുപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ കല്യാണം അബൂബക്കർ സമ്മതിക്കാതിരുന്നത് എന്നിടത്താണ് നമ്മുടെ ചർച്ച. കൊച്ചിന് വിവാഹപ്രായമായിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോ മറ്റൊരാളുമായി പറഞ്ഞുറപ്പിച്ച വിവാഹം പിന്നീട് മുഹമ്മദ് നബി അബൂബക്കറിനോട് സംസാരിക്കുകയും ബാലികയായ ആയിഷയുമായിട്ടുള്ള വിവാഹം നടത്തുകയും ചെയ്തു. എന്തിനാണ് ഈ കുഞ്ഞു പെൺകുട്ടിയെ പ്രവാചകൻ ഭാര്യയാക്കിയത്? 8 പൊട്ടും തിരിയാത്ത പ്രായത്തില് സഹോദരന്റെ പുത്രിയെയാണ് വിവാഹം ചെയ്തത്. ഇസ്ലാമിക പ്രമാണങ്ങളും പ്രവാചക ചര്യകളും മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആയിഷയെ പോലെ ബുദ്ധിമതിയായ ഒരാൾ ആവശ്യമായിരുന്നു എന്നതാണ് ഒരു വാദം. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 7-ാം വാള്യത്തിലെ 62-ാം ബുക്കിലെ 17-ാമത്തെ ഹദീസാണത്. ജാബിർ ഇബ്നു അബ്ദുള്ളയാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഞാൻ വിവാഹം ചെയ്ത വിവരം ധരിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ഏത് തരം പെണ്ണിനെയാണ് നീ വിവാഹം ചെയ്തത്? ഞാൻ പറഞ്ഞു, ഞാനൊരു വിവാഹമോചിതയായ സ്ത്രീയെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. നബി പറഞ്ഞു, ആ കന്യകയെ വിവാഹം കഴിച്ച് അവളുമായി രതിക്രീഡകളിൽ ഏർപ്പെടാൻ നിനക്കിഷ്ടമില്ലേ? ജാബിർ പറയുന്നു, അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് ഒരു ചെറിയ പെൺകുട്ടിയെ വിവാഹം ചെയ്തില്ല? ചെയ്തിരുന്നെങ്കിൽ നിന്റെ മധു അവനും അവന്റെ മധു നിനക്കും നുകരാമായിരുന്നല്ലോ. നിങ്ങൾക്ക് പരസ്പരം കളികളിൽ ഏർപ്പെടാമായിരുന്നല്ലോ. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 7-ാം വാള്യത്തിലെ 62-ാമത്തെ ബുക്കിലെ 16-ാമത്തെ ഹദീസ്, 3-ാം വാള്യത്തിലെ 38-ാമത്തെ ബുക്ക് നമ്പർ 504-ാമത്തെ ഹദീസും ഇത് തന്നെയാണ്. അപ്പോ കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നു ലക്ഷ്യം. പ്രവാചകൻ നമസ്കരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴേക്ക് പ്രവാചകന് സുജൂദ് ചെയ്യാൻ പറ്റാതെ കുറുകെ കയറി കിടക്കുമായിരുന്നു ആയിഷ. കാരണം പക്വതയില്ലാതെ ഒരു പൈതലായിരുന്നു. സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 1-ാം വാള്യം 6-ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 298. പ്രവാചകനും ഞാനും, ആയിഷ തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസാണ്. പ്രവാചകനും ഞാനും ലൈംഗിക ബന്ധത്തിന് ശേഷം ഒരുമിച്ച് കുളിച്ച് ശുദ്ധിയാകുമായിരുന്നു. ആർത്തവകാലമാണെങ്കിൽ പ്രവാചകൻ എന്നോട് ഒരു അടിവസ്ത്രം ഉടുക്കാൻ പറയും. ഇസാർ എന്നാണ് അതിന് പറയുക. പിന്നീട് എന്നെ പുണർന്ന് തലോടും. മറ്റൊരു പ്രമാണത്തില് അബൂദാവൂദ് 13-ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 2380 വിശ്വാസികളുടെ മാതാവ് ആയിഷ വിവരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഹദീസിന്റെ തുടക്കം. പ്രവാചകൻ നോമ്പുകാരനായിരിക്കെ എന്നെ ചുംബിക്കുകയും എന്റെ നാവ് ഉറിഞ്ചി കുടിക്കുകയും ചെയ്യുമായിരുന്നു. സമാനമായ ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരി 3-ാമത്തെ ബുക്ക് നമ്പർ 3-ാമത്തെ വള്ളിയത്തിലെ 31-ാമത്തെ ബുക്ക് നമ്പറിലെ 149-ാമത്തെ ഹദീസിലും ഇതേപോലെ തന്നെ കാണാം. ഇതേപോലത്തെ ഒരുപാട് ഹദീസുകളുണ്ട്. ബുഖാരി, മുസ്ലിം, അബൂദാവൂദ് എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലുമുണ്ട്. ഒരു ബാലികയെ കണ്ടപ്പോൾ
പ്രവാചകന് കാമമുണ്ടാകാൻ കാരണം അവളെ വിവാഹം കഴിച്ച് സ്വന്തമാക്കണം എന്ന ചിന്തയുണ്ടാകാൻ കാരണം കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതായിരുന്നില്ല. ലോകത്തിന് വലിയ ഒരു വിജ്ഞാന കുതഹിയെ സമ്മാനിക്കുക എന്നതായിരുന്നില്ല. വിജ്ഞാനത്തിന്റെ അനന്ത സാഗരത്തിൽ ആയിഷ തുള്ളിമറിയുകയും അതെടുത്ത് പിഴിഞ്ഞ് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യുക എന്നതായിരുന്നില്ല. വ്യക്തമാണിത്. 6 വയസ്സുള്ള കുഞ്ഞിനെ 53കാരന് മോഹമുണ്ടാകാൻ കാരണം ഇനി എന്തിനാ വിശദീകരിക്കുന്ന? ഇത്തരം ഹദീസുകൾ തന്നെ ധാരാളം അല്ലേ. ഒരു പിഞ്ചു കുഞ്ഞിനെ, അതും സുഹൃത്തിന്റെ മോള, 53കാരനായ ഒരാള്, അദ്ദേഹത്തെയൊക്കെ വീട്ടിൽ കയറ്റാൻ പറ്റുമോ? ഒടുവിൽ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അബൂബക്കറിന് സമ്മതിച്ചു കൊടുക്കേണ്ടി വരികയാണ്. ആശ്ചര്യമാണ്, അബൂബക്കറിനെ പോലെ ഒരാൾ ഇദ്ദേഹത്തിന് ഈ കുഞ്ഞിനെ കെട്ടിച്ചു കൊടുത്തു എന്നത് തന്നെ. അതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് ഹദീസുകളുമുണ്ട്. ആയിഷയെ നബിക്ക് വേണം. 6 വയസ്സുകാരിയെ കണ്ടപ്പോൾ തന്നെ പ്രേമമുണ്ടായി. ശരി, എനിക്ക് അവളെ വേണം. അവളെ കുറിച്ച് തന്നെ ആലോചിച്ച് ഒടുവിൽ ഒരു സ്വപ്നം കണ്ടു എന്നൊരു കള്ളക്കഥയും ഉഡായിപ്പുമായിട്ട് അബൂബക്കറിനെ സമീപിക്കുവാണ്. സഹീഹുൽ ബുഖാരി 9ാമത്തെ വോള്യം 87ാമത്തെ ബുക്കിലെ ഹദീസ് നമ്പർ 140 പറയുന്നത് റഫറൻസ് അടക്കമാണ്. ഒരുവനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും എന്ന് പറയാറില്ലേ? അതുപോലെ ബുഖാരിയിലുള്ളത് കാണിക്കുന്ന എന്തിനാണ് റിഷാദെ? sunna.com അടിച്ചു നോക്കിക്കൂടെ? ഹദീസിന്റെ നമ്പർ അല്ലേ ഈ പറഞ്ഞു തരുന്നത്. ലൈവിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ലല്ലോ, അത്രയും സാങ്കേതിക വശങ്ങളൊന്നും എനിക്കറിയില്ല. നമ്പർ പറയുന്നുണ്ട് ഹദീസിന്റെ. ഏതെങ്കിലും പുരോഹിതന്മാരോട് പോയി ചോദിക്കും, കുഴച്ചു തരാനേ പറ്റുള്ളൂ, ചവച്ച് വിഴുങ്ങി തരാൻ പറയരുത്. ലൈവിൽ പറ്റുമെങ്കിൽ നീ കാണിക്കണം. എനിക്കറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ലൈവിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഹദീസ് നമ്പറാ പറഞ്ഞത്. ബുക്ക് നമ്പർ പറഞ്ഞിട്ടുണ്ട്, വോള്യം പറഞ്ഞിട്ടുണ്ട്, ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ നമ്പറും പറഞ്ഞിട്ടുണ്ട്. ഈ ലൈവ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് വന്നിട്ടേ, ചേച്ചി ഒരു ഹായ് പറയാമോ? വീട് എവിടെയാണ്? നിങ്ങളുടെ മതം ഏതാണ്? നിങ്ങൾക്കൊന്നും തലയ്ക്ക് വെളിവില്ലേ? ഒരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? പകുതി വഴിക്ക് നിർത്തി വെച്ചിട്ട് നിങ്ങളുടെ ഈ കമന്റിന് റെസ്പോണ്ട് ചെയ്യണമെന്നാ? അതല്ല നിമിഷ കളിയാക്കിയെന്ന്. ഞാനൊരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ, അപ്പൊ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ വിഷയം നിർത്തി വെച്ചിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കണമെന്നാണോ? നിങ്ങളോട് ഞാൻ എൻ്റെ വീട് എവിടെയാണ്, എൻ്റെ അഡ്രസ് എന്താണ്, എൻ്റെ ഫോൺ നമ്പർ എന്താണ്, ഇതൊക്കെ ഞാനിപ്പോ ലൈവിൽ പറയണം, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ കൊലവിളികൾക്ക് ഒരു കുറവുമില്ല, ഭീഷണികൾക്കും ഒരു കുറവുമില്ല. ഇനി ഞാൻ എൻ്റെ അഡ്രസ്സും കൂടി നിങ്ങൾക്ക് അങ്ങ് തന്നു കഴിഞ്ഞാൽ പൂർണ്ണമായി. എന്തിനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ സമയം മെനക്കെടുത്താൻ വേണ്ടിയിട്ട് വന്നു കയറുന്നത്? ഓരോന്നിങ്ങി വരുന്നതാണ്. അപ്പോ സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 9ാം വാള്യത്തിലെ 87ാമത്തെ ബുക്കിലെ 140ാമത്തെ ഹദീസാണ്. ആയിഷ പറയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നോട് പറഞ്ഞു, നിന്നെ വിവാഹം ചെയ്യുന്നതിന് മുമ്പേ 2 തവണ നിന്നെ എൻ്റെ സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടു. ഒരു മലക്ക് നിന്നെ പട്ടിൽ പൊതിഞ്ഞ രൂപത്തിൽ കൊണ്ടുവന്നു. അവളുടെ പട്ടു മാറ്റാൻ ഞാൻ മലക്കിനോട് പറഞ്ഞു. ശ്രദ്ധിക്കൂ, അത് നീയായിരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണെങ്കിൽ ഇത് നടന്നേ തീരൂ. പിന്നീട് ഒരിക്കൽ നിന്നെ ഒരു മലക്ക് പട്ടുതുണിയിൽ ചുമന്നുകൊണ്ട് എനിക്ക് കാണിക്കപ്പെട്ടു. അപ്പോഴും ഞാൻ പട്ടുതുണി മാറ്റാൻ മലക്കിനോട് ആവശ്യപ്പെട്ടു. ശ്രദ്ധിക്കൂ, അത് നീയായിരുന്നു. അപ്പോഴും ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണെങ്കിൽ അത് നടന്നേ തീരൂ. ഇതേ സംഭവം തന്നെ ബുഖാരി 5ാം വാള്യം 58ാമത്തെ ബുക്ക് നമ്പർ 235ാമത്തെ ഹദീസിലും വിവരിക്കുന്നുണ്ട്. ഈ ഏർപ്പാടിനോട് താല്പര്യമില്ലാതിരുന്ന അബൂബക്കർ
അല്ല, ആദ്യം തന്നെ ആയിഷയെ ഞാൻ കെട്ടാൻ പോകുകയാണ്, ഞാൻ കെട്ടിക്കോട്ടെ, എനിക്ക് കെട്ടിച്ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു, അല്ല മുഹമ്മദേ, നമ്മൾ തമ്മിൽ സഹോദരങ്ങളല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ആയിഷ നിന്റെ സഹോദരപുത്രിയല്ലേ, എങ്ങനെയാ അത് ശരിയാകുക? തന്നെയുമല്ല, മറ്റൊരാളുമായിട്ട് കല്യാണം പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സാഹചര്യവുമാണല്ലോ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, നബി തന്നെ ഒരാൾ കച്ചവടം ഉറപ്പിച്ചത്, കല്യാണത്തെ കുറിച്ചാണ് പറയുന്നത്, കച്ചവടം ഉറപ്പിച്ചതിന്റെ മേൽ വേറൊരാൾ വില പറയരുത് എന്ന് പറയുന്നുണ്ട്. സ്ത്രീ ഭോഗവസ്തുവാണല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം. സുഹൈൽ ബുഖാരി 7ാമത്തെ വോള്യത്തിലെ 62ാമത്തെ ബുക്ക് നമ്പർ ഹദീസ് നമ്പർ 18 ഇതേ സംഭവം പറയുന്നു. ഉർസ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒരു അനുചരനാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രവാചകം ആയിഷയെ വിവാഹം ചെയ്തു തരണമെന്ന് അബൂബക്കറിനോട് ആവശ്യപ്പെട്ടു. അബൂബക്കർ പറഞ്ഞു, പക്ഷേ ഞാൻ നിങ്ങളുടെ സഹോദരനല്ലേ. പ്രവാചകൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ ദീനും വിശുദ്ധ ഗ്രന്ഥവും അനുസരിച്ച് നീ എന്റെ സഹോദരനാണ് ബക്കറെ. പക്ഷേ ആയിഷയെ വിവാഹം ചെയ്യൽ എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണ് ഈ വിവാഹം നടക്കുന്നത് തന്നെ. ഇത് ഗുർമീത് റാം റഹീം സിംഗിനെയും സിനിമാ നടന്മാരിൽപ്പെട്ട ആളുകളെയും ഒക്കെ നമ്മൾ എങ്ങനെയാ വിമർശിക്കുന്നത് ഈ വസ്തുതകൾ വെച്ചിട്ട്? ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ രൂപത്തിലാണ്. അപ്പോ പ്രവാചകൻ എന്താണോ പറഞ്ഞത്, പ്രവാചകന്റെ അനുചരന്മാരെന്താണോ അപ്പറഞ്ഞതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്, അത് തന്നെയല്ലേ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമുക്ക് എടുത്ത് വിമർശിക്കാൻ എന്താണുള്ളത്? നീ നിന്റെ ശരീരം എനിക്ക് തന്നാൽ നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പ്രവാചകൻ പറഞ്ഞു. നിനക്ക് ഞാൻ സ്വർഗം തരാം. ശരി, അത് തന്നെയല്ലേ ഇവിടെയും നടന്നത്. നിങ്ങളുടെ ശരീരം തന്നാൽ നിങ്ങൾക്ക് ചാൻസ് തരാം. അപ്പോഴും നിങ്ങൾ ഈ കമ്മീഷനെതിരെ രംഗത്ത് വരുമോ? കാരണം ആരും അതിനെ എതിർത്തിട്ടില്ല ആദ്യ കാലഘട്ടങ്ങളിൽ. അതായത് നടന്മാർക്കും സംവിധായകർക്കും അതുപോലെ ഡ്രൈവർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഒക്കെ കിടന്നു കൊടുത്തിട്ടുണ്ട്. അതൊന്നും അന്നാരും തെറ്റാണ് എന്ന് പറഞ്ഞ് എതിർത്തിട്ടില്ല. അതുകൊണ്ട് അത് ശരിയാണ് എന്ന് പറയുന്നു. പ്രവാചകൻ ഒരു പെണ്ണിനോട് കളി തരുമോ കരളേ എന്ന് ചോദിച്ചത് തെറ്റാണെന്ന് പറയാൻ ഇപ്പൊ നമുക്ക് പറ്റുന്നുണ്ട് നമ്മുടെ മൊറാലിറ്റി അനുസരിച്ച്. അന്ന് ആയിഷ എതിർത്തിട്ടില്ല, ആ കാലഘട്ടത്തിലെ ആളുകൾ എതിർത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇന്ന് മുസ്ലിം സമൂഹം വിദ്യാഭ്യാസപരമായും സാമൂഹികപരവുമായൊക്കെ ഒരുപാട് ഉന്നതിയിലെത്തിയ കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം പ്രവാചക ചര്യകളെ അസ്വസ്ഥതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഇതര സംഘടനാ വിഭാഗങ്ങളിലെ ആളുകൾ തലേക്കെട്ട് കെട്ടിയ മുസ്ലിയാക്കന്മാർ കുട്ടികളുടെ മതവിദ്യാഭ്യാസ രംഗത്തെ പരിപോഷിപ്പിക്കുന്നു. അവർക്കിടയിൽ ഇത്തരം പുഴുക്കുത്തുകളുണ്ട്. അവരെ നമ്മൾ നേരിടണം. അവരാണ് മദ്രസ വിദ്യാഭ്യാസത്തെയും മുസ്ലിങ്ങളെ മൊത്തത്തിലും അവരെ മതപരമായി ഈ രൂപത്തിലുള്ളവരാണ് എന്ന് ചിന്തിക്കാനും കാരണം അവരാണ് എന്ന് വിദ്യാസമ്പന്നരായ ആളുകൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവരിതിനെ വളരെ മോശമായി കാണുന്നു. എല്ലാ കാലഘട്ടത്തിലേക്കും മോഡലായിട്ടുള്ള ഒരു നബി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് അവര് ചിന്തിക്കുന്നു. സമുദായത്തിന് പുറമേ നിന്ന് ഇതിനെതിരെ എതിർപ്പുകൾ വരുമെന്നു വിചാരിച്ചു ഭയന്ന് പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അകത്തു മാത്രം നിൽക്കുന്ന ഒരു രൂപത്തിലേക്ക് ഒതുങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് മദ്രസ കുട്ടികളുടെ പീഡനത്തെ കുറിച്ച് പോലും ഇവർക്ക് സംസാരിക്കാൻ പറ്റാത്തത്. ഇസ്ലാമിലെ പർദ, അപ്പിക്കുപ്പായം, ചെറിയ പ്രായത്തിലെയുള്ള മതം കുത്തിവെക്കുന്ന പഠനം, ഇതൊക്കെ അടിച്ചമർത്തലല്ല, അടിമത്വമല്ല, അംഗീകാരമാണ്, മതപരമായിട്ടുള്ള സംസ്കാരമാണ് എന്നാണ് ഇവർ പറയുന്നത്. സ്ത്രീയുടെ അന്തസ്സും അഭിമാനവും ഒക്കെ വളരെ വിലപ്പെട്ടതാണ് എന്ന് ധരിക്കുന്ന ആളുകൾ ആ പെണ്ണിനെ കറുത്ത ചാക്കിനകത്ത് പൊതിഞ്ഞു സൂക്ഷിക്കണമെന്ന് പറയുന്നവർ പൈതലുകളെ ഉസ്താദുമാർ മദ്രസയിൽ പിച്ചിക്കീറുന്നതിനെതിരെ എന്തുകൊണ്ട് രംഗത്ത് വരുന്നില്ല? പർദ്ദ ധരിക്കുമ്പോ മാന്യതയാണ്,
പവിത്രതയാണ്, അന്തസ്സാണ്. അവർ തുറന്നു വെച്ചിരിക്കുന്ന മിഠായി പോലെയല്ല അതിനകത്ത് ഈച്ച വന്നിരിക്കും. അതുകൊണ്ട് പലചരക്ക് സാധനങ്ങൾ പോലും ജനങ്ങളിൽ നിന്ന് ഗോപ്യമായിട്ടല്ല കടകളിൽ വെക്കാറുള്ളത്, പ്രദർശന വസ്തുവായിട്ടാണ്. ആവശ്യക്കാർ വാങ്ങാൻ വേണ്ടിയിട്ട് ശരീരം പ്രദർശിപ്പിക്കുന്നതിലും ഇതുപോലെ തന്നെയുള്ള ഒരു തത്വം ഒളിഞ്ഞു കിടപ്പില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. സ്ത്രീയുടെ ശരീരങ്ങൾ പുരുഷന്മാർ കണ്ട് ആസ്വദിക്കുന്നു. ഒരു മുസ്ലിം സ്ത്രീയുടെ ശരീരം പുരുഷൻ കണ്ട് ആസ്വദിക്കണ്ട, അത് അവളുടെ ഭർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ് എന്നൊക്കെയാണ് ഇവർ പൊതുവെ പ്രസംഗിക്കാറുള്ളത്. ഇസ്ലാമിൻ്റെത് സന്യാസി വേഷം പോലെയല്ല. അതുപോലെ മഠങ്ങളിലുള്ള അത്തരം വേഷങ്ങളല്ല. കൺകുളിർമയേകുന്ന കുടുംബജീവിതം ആസ്വദിക്കുന്ന ഇതൊക്കെയാണ് ഇവർ പറയാറുള്ളത്. മുസ്ലിം സ്ത്രീയുടെ മാന്യത വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവരെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത്. അപ്പോ സ്ത്രീയുടെ ശരീരഭാഗങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ പുരുഷന് കാണുന്നതാണ് ഉന്മാദം. അതുകൊണ്ട് പുരുഷന് ദൃശ്യമാണ് സുഖം. പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ കണ്ടാൽ ഉടനെ പുരുഷന് ഉദ്ധാരണം ഉണ്ടാകും. അതുകൊണ്ടാണ് ബലാത്സംഗങ്ങൾ നടക്കുന്നത് എന്ന് മുജാഹിദ് ബാലുശ്ശേരിയും എം എം അക്ബറും ഒക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അത്തരം ദുർബലമാണോ ഇവരുടെ വിശ്വാസം എന്ന് ചോദിക്കുന്നതിന് മുമ്പ് മദ്രസയിലെ കുഞ്ഞുങ്ങളെ ഉസ്താദുമാർ പീഡിപ്പിക്കുന്നത് ഏത് ശരീരഭാഗങ്ങൾ പുറത്തു കണ്ടുന്നത് കൊണ്ടാണ്? ഈ പൈതലുകളെ കാണുമ്പോൾ അതോ ആകെ മൂടി കറുത്ത ചാക്കിനകത്ത് ഇറങ്ങിയാണ് പൈതലുകൾ മദ്രസകളിൽ പോകുന്നത്? ആ കുഞ്ഞുങ്ങളുടെ ഏത് ശരീരഭാഗങ്ങൾ കാണുമ്പോഴാണ് ഉദ്ധാരണം ഉണ്ടായിട്ട് ഇവർ മദ്രസയിലെ കുഞ്ഞുങ്ങളെ കയറി പിടിക്കുന്നത്? അതോ നമ്മുടെ വീട്ടിലായതുകൊണ്ട്, നമ്മുടെ സമുദായത്തിലായതുകൊണ്ട്, സമൂഹത്തിലായതുകൊണ്ട് അവര് ചെയ്താൽ കുഴപ്പമില്ല എന്നാണ്? ഒരു വാപ്പ മകളെ പീഡിപ്പിക്കുന്നു, ഉമ്മയ്ക്കറിയാം, പുറത്ത് പറയുന്നില്ല, നാണക്കേടാണ്, അത് കുഴപ്പമില്ല എന്നാണോ? വാപ്പയ്ക്ക് വളം വെച്ച് കൊടുക്കുന്നതാണ്. ആ കുഞ്ഞിലുണ്ടാക്കുന്ന ട്രോമ വളരെ വലുതാണ്. കുഞ്ഞു മനസ്സിലാക്കുന്നത് എന്താണ്? അതുപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തുള്ളവരെ വിമർശിക്കുമ്പോൾ ഇതിനകത്തുള്ള സംസ്കരണം സാധ്യമാകാത്തത് എന്നതാണ് ചോദ്യം. പിഞ്ചു കുഞ്ഞുങ്ങളെ ലൈംഗിക വൈകൃതങ്ങൾക്കും അതിക്രമങ്ങൾക്കും ഇരയാക്കി ഉപദ്രവിച്ചാലും ശരി, കുഞ്ഞുങ്ങളുടെ മാനസിക നില എത്ര തന്നെ തകരാറിലായാലും, അവരുടെ ഭാവി ജീവിതം പ്രയാസത്തിലായാലും ശരി, എന്തുകൊണ്ടാണ് ഈ കാപാലികന്മാരായ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന ഒരു രീതി മുസ്ലിം സമുദായം കാത്തു സൂക്ഷിക്കുന്നത്? നമ്മളിന്ന് സ്ഥിരമായി കണ്ടുവരുന്ന വാർത്തകളാണ്. മലദ്വാര ഗോൾഡ്, ഉമ്മറം ഗോൾഡും പിന്നാമ്പുറം ഗോൾഡും, നിരന്തരം വാർത്തകൾ ചെയ്യപ്പെടുന്ന മദ്രസ പീഡനങ്ങൾ, മയക്കുമരുന്ന്, കള്ളക്കടത്ത്, കൊള്ള, എല്ലാത്തിനും മുറിയന്മാരുടെ പേരുകൾ സജീവമായി രംഗത്ത് വരുന്നു. ഇപ്പോ പണ്ടത്തെ പോലെയല്ല. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്ന, ചൂഷണം ചെയ്യുന്ന മദ്രസാധ്യാപകരുടെ ഫോട്ടോ അടക്കം, അഡ്രസ് അടക്കം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും നടക്കുന്ന ഒരു പീഡനമല്ല, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ദിനേന എന്ന വണ്ണം നമ്മൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത്തരം നൂറുകണക്കിന് കേസുകൾ. നോക്കുമ്പോഴെന്താ, സാമുദായിക സംസ്കരണത്തിന് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാരും അറിയാതെ മഹല്ല് കമ്മിറ്റിക്കകത്ത്, ഒരു മദ്രസ ഹാളിനകത്ത് ഒതുക്കി തീർക്കുന്ന സംഭവങ്ങൾ ഏറെയുണ്ട്. ഒരിടത്ത് 10-15 കുട്ടികളെ പീഡിപ്പിക്കപ്പെടുന്ന ഉസ്താദ് അടുത്തടുത്ത് പൊങ്ങുന്നത് പ്രൊമോഷനോടുകൂടിയാണ്. ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരുകൾ ഒരു സെൻസസ് നടത്താൻ തയ്യാറായിട്ടുണ്ടോ? എന്താണ് നമ്മുടെ മക്കൾക്ക് സംഭവിക്കുന്നത്? നമ്മുടെ മക്കളിലെ ഇത്തരം മാനസിക പീഡനങ്ങൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടതല്ലേ? ഇത് ജനങ്ങൾ അറിയണ്ടേ? ബോധവൽക്കരണം നടത്തണ്ടേ? ഇത്തരം കാപാലികരെ നല്ല രൂപത്തിൽ ശിക്ഷിക്കാനുള്ള നിയമ സംവിധാനങ്ങൾ വേണ്ടേ? എപ്പോഴെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഇത് ചിന്തിച്ചിട്ടുണ്ടോ? മദ്രസ ഉസ്താദന്മാര് കുട്ടികളെ പീഡിപ്പിക്കുന്ന കാര്യം പറയുമ്പോൾ കാക്കാമാര് വന്നിട്ട് പറയാണ്, റിപ്പോർട്ടടി അങ്ങ് അടിക്കണം. നിങ്ങൾ കുറെ കാലമായില്ലേ റിപ്പോർട്ട് അടിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് എന്തായി? സെബിൻ സെബാൻ, നിങ്ങൾ യൂട്യൂബിൽ ലൈവ് ഇട്ടാൽ എല്ലാവരും നന്നാകുമോ? അങ്ങനെ ഗാന്ധിജി വിചാരിച്ചിരുന്നെങ്കിൽ രാജ്യം സ്വതന്ത്രമാകുമായിരുന്നോ?
ആദ്യം സ്വന്തം കണ്ണിലെ കരടെടുത്ത് കളയാനോ? ഞങ്ങളുടെ വീട്ടിൽ പീഡിപ്പിക്കുന്ന ആരുമില്ലടാ. എൻ്റെ വീട്ടിലെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആരുമില്ല. മദ്രസ മാത്രമെന്നല്ല പറയുന്നത്. മദ്രസ എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടിച്ചാൽ വരുന്നത് എന്താണ് എന്ന് നിങ്ങളൊന്ന് നോക്ക്. എന്നിട്ട് നിങ്ങൾ പറ, സഹികെട്ട് ഗതിമുട്ടി ഒരു മദ്രസ കുട്ടിയുടെ ഉമ്മയുടെ പ്രതികരണമുണ്ട്. സഹി കെട്ടിട്ട് അവർ പ്രതികരിക്കുന്നത്. പിന്നെ നെറ്റ് ഉണ്ടായാലും നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആവാത്തോണ്ട് അലോക്കാട് തന്നെ വാങ്ങി. എന്താന്ന് വെച്ചാല് എന്റെ ആങ്ങളെ എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്. ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓതിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക. പിന്നെ മേശപ്പുറത്ത് മുസായി വെക്കുക, ഉസ്താദ് കസേരയിൽ ഇരിക്കുക. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ. ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചത് എന്നോട് പറഞ്ഞ് ഇന്നിനെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റിനെ വിളിച്ച് ആദ്യം. അന്നേരം പറഞ്ഞു, നിങ്ങൾ ഇനി അതൊരു വിഷയമാക്കണ്ട, അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങ് നേരാക്കിക്കോളുന്നത്. അന്നേരം എനിക്ക് തോന്നി അത് അങ്ങനെ പോയാൽ ശരിയാവില്ലാന്ന്. അങ്ങനെ ഞാന് നാട്ടിലുള്ള 2-3 ചെക്കന്മാരെ വിളിച്ച്, നമ്മളെ മഹലിലുള്ളതന്നെ, അങ്ങനെ ഓലെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓലെന്താക്കി, ഉസ്താദിനെ പോയി കണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ് അടുത്ത് നിർത്തുന്നുണ്ട് എഴുതും, അല്ലാണ്ട് ഞാൻ തൊടലില്ലാന്ന്. അന്നേരം മക്കളെയൊക്കെ വിളിച്ച്, സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ച് വിളിച്ച് കൊണ്ടുവന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് എന്ന്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ, 11 വയസ്സ് 12 വയസ്സ് വിടുവോ ഞാൻ? അങ്ങനെ നിങ്ങൾക്ക് ആരാ ഇത് പറഞ്ഞത്, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കില്ലാന്ന്. അന്നേരം പറഞ്ഞ് മക്കള് ഉമ്മമാരോട് പറഞ്ഞ് എന്നിട്ടാണെന്ന്. അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം. എന്താ വെച്ചാൽ ഇത്രയും ദിവസവും 1-1.5-2 മാസത്തോളായി ഇത് സംഭവം നടക്കാൻ വന്നിട്ട്. കൊടുത്തു പണി ഓനിപ്പോ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട്. ആർദവിന്റെ ഊരിപ്പോരും, അത് വേറെ വിഷയം. എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം. കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടുന്നൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ. ഉസ്താദിന് പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത്, രാത്രി ചിക്കൻ കറി വെച്ചത്, സൽക്കാരം എന്താന്നാ കൊഴിപ്പിക്കല്ലേ. അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിൽക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയാ. ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസ് ആക്കുന്നു, അത്രേ ഉള്ളൂ. കള്ളമടുപ്പൂസില് എന്റെ പൊന്നുമോനെ, ഇത് എല്ലാവരും കേൾക്കണം, എല്ലാവരും. കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദുമാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിയാന്നറിയോ. ഫുഡ് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിലും ഒരു ഉസ്താദിന് കൊടുക്കണം. എന്റെ ഉസ്താദിന് എന്താ പ്രത്യേകത? ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ, മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ്. അല്ലാണ്ട് ഉസ്താദിനെല്ലാം ആദ്യം എന്തോ സൽക്കരിക്കണം. സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, അങ്ങ് തിന്നൂടെന്ന് പറയും. ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ അങ്ങ് ഇറങ്ങും പെണ്ണുങ്ങന്മാര്, ഷോപ്പർ കൊടുത്ത് അന്നോ ഇറച്ചി, മീന്, പത്തിരി, സ്പെഷ്യൽ എല്ലാം. എന്താന്ന് വെച്ചാൽ ഉസ്താദ് പറയാ, എനിക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ. കടത്തി കൊടുക്കുക എല്ലാരും. ചപ്പാത്തി, ചിക്കൻ കറിയും മീൻ ഫ്രൈയും. ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക്. മക്കള് എന്താ പറയാ, ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1.5 ഫുഡാ. വലിയൊരു തട്ട് നിറച്ച് 3-4 തട്ട് നിറച്ച് ചോറ്, അതിന് സ്പെഷ്യലായിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി അങ്ങ് കൊണ്ട കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം തിന്ന് കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കള് മദ്രസ ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരുത്ത ഒഴിഞ്ഞ് പോലെ വികാരം തീർക്കുക ഖുർആന്റെ മുന്നിൽ വെച്ചിട്ട്. ഇതാ മോനിയന്മാര്. ഒരു മൂലയില് പറഞ്ഞാ പോലെ എല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാൽ 90% ഇപ്പൊ ഇങ്ങനെയാ. 90%, 10% നല്ലതുള്ളൂ. 90% ഉസ്താദ്മാരെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വിളിക്കും. എന്തിനാണെന്നറിയോ? എന്നിട്ട് ഒരു കർട്ടനും മുന്നില്. പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ്, ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട. പെണ്ണുങ്ങൾ ആഴ്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ്. എന്തെല്ലാം നിയമങ്ങളാ. എന്നിട്ടോ കുറ്റം മുഴുവനും ഓള് പർദ്ദ ഇട്ടത് ടൈറ്റായി പോയി, ഓള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ട് പോയി. ഗൾഫുകാരെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളുണ്ട്. ഞാൻ ഇവിടുന്ന് നാട്ടിൽ 3 അലോക്കാടിന് കോൾ ചെയ്തു. ഇത് ഒരു സ്ത്രീയുടെ മാത്രം അനുഭവമല്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തന്നെ ആയിരക്കണക്കിനു മക്കൾക്ക് ഇതിനേക്കാൾ മോശമായ അനുഭവങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്.
എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാത്തത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് തന്നെ ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതെന്തെങ്കിലും നടക്കുമോ? ഇതിപ്പോ ഇങ്ങനെ ആയിട്ടിപ്പോ എന്ത് നടക്കാനാ? എന്തെങ്കിലും ഇവർക്കെതിരെ ആക്ഷൻ ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിലെ തന്നെ ചില പുഴുക്കുത്തുകളെ മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ. എല്ലാ ഉസ്താദുമാരും മോശക്കാരാണെന്നോ എല്ലാവരും ഈ രൂപത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്നവരാണെന്നോ ഒന്നും നമ്മൾ ആരും പറയുന്നില്ല. ഇപ്പൊ നമ്മള് നന്മകൾ ചെയ്യുന്നു, അതിനകത്ത് ഏതെങ്കിലും മുസ്ലിങ്ങളാണോ ചെയ്യുന്നത്, ഹിന്ദുക്കളാണോ ചെയ്യുന്നത്, ക്രിസ്ത്യാനികളാണോ ചെയ്യുന്നത്, ഏതാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്നത്, ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയമുള്ള വസ്തുതയല്ല. നമ്മൾ ആര് ചെയ്താലും അവരുടെ നല്ല ഉദ്ദേശശുദ്ധി അത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാ നോക്കിക്കോ, ഇവരെങ്ങനെയാണെന്ന് നോക്കിക്കോ. സ്ഥലമുണ്ട്, 100 ഏക്കർ സ്ഥലമുണ്ട്. അയാള് 30 സെന്റ് വെച്ചെങ്ങാണ്ട് ഗോപാലൻ നായർ ഒരു 10 ആൾക്ക് പെരേറ്റാൻ വേണ്ടി 1 ഏക്കർ സ്ഥലം കൊടുത്തു. എന്നാൽ ഗോപാലൻ നായർ ഒരുപാട് സ്വതക്ക ചെയ്തു എന്ന് നമ്മൾ പറയില്ല. എന്താ കാരണം? ഗോപാലൻ നായരായ തന്നെ പ്രശ്നം. സ്വതക്കക്ക് നീയത്ത് ഷർത്താണ്, നീയത്തിന് ഈമാൻ ഷർത്താണ്. ഒന്ന് അസ്ലാണ്, മറ്റേത് ഫർ ആണ്. അസ്ലില്ലാത്ത ഫർ കൊണ്ട് പ്രയോജനം ഉണ്ടായിരിക്കില്ല. അതേ സമയത്ത് ഫർ ഇല്ലാത്ത അസ്ലുകൊണ്ട് കാര്യം ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത്, അണുമണി തൂക്കം ഈമാനുള്ളവർ നരകത്തിൽ നിന്നൊഴിവാണ് എന്ന് പറഞ്ഞില്ലേ. നരകത്തിന് 8 തട്ടുകളാണ് ഉണ്ടായിരിക്കുക, 8 നിലയാണ് നരകത്തിനുള്ളത്. അതിൽ ഏറ്റവും മേലത്തെ നിലക്കാണ് ജഹന്നം എന്ന് പറയുന്നത്. ജഹന്നം മുഴുവത്തിനും പറയൂട്ടോ, മുഴുവത്തിനും പറയും. എന്നാൽ ജഹന്നം എന്ന് മാത്രം പറയുന്നത് മുകളിലെ ഭാഗത്തിന് മാത്രമാണ്. ഏറ്റവും മുകളിലെ ഭാഗം ജഹന്നം എന്നത് മുസ്ലിങ്ങൾ, മുഅ്മിനീങ്ങൾ എന്നിവരിൽ നിന്ന് തെറ്റ് ചെയ്ത ആളുകൾക്കുള്ളതാണ്. ആളെ മാപ്പിളയാണ്, പക്ഷെ പലിശക്ക് പൈസ കൊടുക്കും, ഓനാണ് ജഹന്നം മേലത്തെ. ഏറ്റവും അടിയത്തുള്ളത് മുനാഫിക്കിനുള്ളതാണ്. ഗോപാലൻ നായർക്ക് ഇങ്ങനെയാണ് ഇവര് നന്മയുടെ മാനദണ്ഡങ്ങൾ അളക്കുന്നത്. അപ്പോൾ ഈ ചെയ്യുന്നത് വിശ്വാസികളാണോ അവിശ്വാസികളാണോ എന്നാണ്. അതാണ് ഒരൊറ്റ മതമേ ഉള്ളൂ, പക്ഷേ പല രൂപത്തിലാണ് ഈ മതത്തെ കാണുന്നത്. അതുകൊണ്ട് എന്താണോ സിനിമയിലെ പ്രമുഖ നടന്മാരും സംവിധായകരും നിർമ്മാതാക്കളും ചെയ്തത്, അത് തന്നെയാണ് 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ ചെയ്തതും ഇന്ന് മദ്രസകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഒരു വീഡിയോ കൂടെ. മദ്രസകളൊക്കെ പിടിക്കപ്പെടുന്ന വലിയ വലിയ തഹസീലുള്ള മൂല്യന്മാര് 18 കൊല്ലം തടവ്. കാര്യം എന്താ? പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ടുപോയിട്ട് ലൈംഗിക ആഭാസങ്ങൾക്ക് വിധേയമാക്കുക. നമ്മളെ പണ്ഡിതന്മാരായി എന്ത് പുണ്ണാക്കിലെ പണ്ഡിതനായി പ്രായപൂർത്തിയാകാത്ത വൈദങ്ങളെ ലൈംഗിക വൈകൃതങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വലിയ വലിയ ഡിഗ്രി വെച്ച് നടക്കുന്ന ഈ കാപ്പാലികന്മാരുടെ ലിംഗച്ഛേദം നടത്തേണ്ടതല്ലേ? എന്നിട്ട് ഓല് മാന്യന്മാര് എന്നിട്ട് പറഞ്ഞു കൊടുത്താല് സ്വകാര്യമായ കാര്യല്ലേ, അന്ന് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയ അഡ്രസ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും. ആ മേലെന്ന് വലിയ ഉസ്താദ് മുതലും തുടങ്ങേണ്ടി വരും. അപകടാവൂലേ ഇത് പറഞ്ഞാൽ? എന്തിനാ അബ്ബാസ് അത്ര രൂക്ഷമായി പറഞ്ഞേ? നിങ്ങൾ എന്തിനാ അങ്ങനെ രൂക്ഷമായി ചെയ്ത്? സാധാരണക്കാര് ചെയ്യോത്? പള്ളി കാണുമ്പോ ബഹുമാനമല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ആദരവല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? പള്ളി കാണുമ്പോ ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭൂമിയിലെ ശിആറാണെന്ന ചിന്തയല്ലേ സാധാരണക്കാരന്റെ മനസ്സിൽ? അത് കാണുമ്പോ ഇവിടെ പരക്കല്ലേ നമുക്ക് പറ്റണമെന്ന് നോക്കുന്ന ചിന്ത ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ ഹൃദയത്തിൽ വളർന്നു വരുന്ന രീതിയിൽ ഒരു സമൂഹം നിബന്ധിക്കുകയും അവരൊക്കെ ഈ ഉമ്മത്തിന്റെ വലിയ നേതാക്കന്മാരാണ് എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ദാരുണമായ രംഗത്തോട് സമരം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് പുതുമുത്തമാൻ പ്രഖ്യാപിക്കുന്നത്. അവരെ ഹൃദയത്തെ നന്നാക്കണം, അവരെ ആട്ടിയോടിക്കല്ല. പൊന്നു ഹബീബന്മാരെ അപ്പണി ശരിയല്ല, മാറണ്ടേ?
മദ്രസകൾ നടത്തിക്കോളി. ഖുർആൻ പഠിപ്പിക്കണം, ഹദീസ് പഠിപ്പിക്കണം, ഫിഖ്ഹ് പഠിപ്പിക്കണം, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കണം. ഈമാൻ ഹൃദയത്തിൽ വേണം. അല്ലെങ്കിൽ പഠിപ്പിക്കൽ അങ്ങനെ നടക്കും, പുറത്ത് പടക്കൽ വേറെ നടക്കും. നമ്മുടെ പ്രഭാഷണ വേദികളിൽ ഇപ്പൊ വ്യഭിചാരത്തെ കുറിച്ചുള്ള ചർച്ചയില്ല. വ്യഭിചാരം പാടില്ലാത്തതാണ്. വയല് കേൾക്കലുണ്ടപ്പോ ഇല്ല. കാരണം എന്താ? വ്യഭിചാരം പാടില്ലാത്തതാണ്. പെണ്ണുങ്ങളെ സംസർഗത്തിന് ഉപയോഗിക്കുന്ന വികൃതമായ ഏർപ്പാട്, അനുവാദമില്ലാതെ ചെയ്യുന്ന ഏർപ്പാട്, അനുവദനീയമല്ലാത്ത രീതിയിൽ ചെയ്യുന്ന ഏർപ്പാട് അവസാനിപ്പിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസംഗം, വയല്, അതൊക്കെ പണ്ട്. ഇപ്പൊ പ്രസംഗിച്ച ബേക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോ നിർത്ത് കയറി അല്ലേ 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 നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മലിനമായില്ലേ സമുദായത്തിന്റെ ഗാത്രം? മലീമസമായില്ലേ ഉമ്മത്തിന്റെ ശീലം? അപകടകരമായ രംഗവീതിക്കല്ലേ ഈ നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു നേതാവിനോട് കോളേജിൽ നടക്കുന്ന കുഴപ്പങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് രക്ഷിതാവ് പറയാണ്, എന്റെ കുട്ടിക്ക് ഇവിടെ അന്തി ഉറങ്ങാൻ അനുവദിക്കണില്ല ഉസ്താദുമാരും കുട്ടികളെന്ന് പറഞ്ഞപ്പോ അതൊക്കെ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ഓന്റെ ചൂട്ടാണി കുറ്റിക്കല്ലേ പൊട്ടിക്കണ്ടേ എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. പക്ഷെ ഇവിടുന്ന് അങ്ങനെയൊന്നും പറയാൻ പറ്റൂലല്ലോ. തിന്മക്കെതിരായിട്ട് നിലകൊള്ളുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായി വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശിശുപ്രായത്തിൽ കൊണ്ടാക്കി സ്ഥാപനങ്ങളുടെ അകത്തളങ്ങളിലേക്ക് പ്രതീക്ഷാ നിർഭരമായ മനസ്സുമായി കുഞ്ഞു പൈതങ്ങളുടെ കരം പിടിച്ചിട്ട് നടന്നെടുത്ത പാവപ്പെട്ട രക്ഷിതാവ് വ്യസനിക്കുന്ന ഹൃദയത്തോടുകൂടെ പവിത്രമായ ചുറ്റുപാടിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നാക്കിയ കുട്ടിയുടെ ജീവിതത്തിന്റെ മാലിന്യത്തിന്റെ ആധിക്യത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ സാമൂഹ്യ ജീവിതത്തിൽ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് അള്ളി എറിഞ്ഞുകൊണ്ട് അധാർമികതയുടെ പൂജകരായ ഒരു ജനതയെ സൃഷ്ടിക്കുന്ന അതിതീക്ഷ്ണവും നീചവും നികൃഷ്ടവുമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടാനാണ് പണ്ഡിത സഭകളുടെ നേതൃതലങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രവർത്തനമെങ്കിൽ പ്രിയപ്പെട്ടവര്, നമുക്ക് എന്തിന് ആധ്യാത്മിക രംഗത്ത് അങ്ങനെ ഒരു നേതൃത്വത്തിന്റെ സാന്നിധ്യം? എന്ത് ആലോചിക്കണം. ഈ ഉസ്താക്കന്മാരോടൊക്കെ പള്ളിക്കന്ന് വയലറാൻ പറയും, മാലിന്യത്തെ കാവിനോട് വയലറാൻ പറയും. വ്യഭിചാരത്തിനെതിരെ ഒന്ന് പറയട്ടെ, സുവർഗ സംഭോഗത്തിനെതിരെ, ആൺകുട്ടികളുമായി സംലയത്തിൽ ഏർപ്പെടുന്ന, സംസർഗത്തിൽ ഏർപ്പെടുന്ന പ്രസംഗം പള്ളിക്കന്നാണ് നടക്കുമ്പോ ജമാഅത്തിൽ കൂടാൻ വേണ്ടിയിട്ട് ജുമാക്ക് കൂടാൻ വേണ്ടി വന്ന കുട്ടികളൊക്കെ സാധേ കളി നമ്മളോട് വേണോ? ഇത് ഒഴിവാക്കപ്പെടേണ്ടതല്ലേ? ഇത് മാറ്റിയിട്ട് ഈമാനിലേക്ക് വരണ്ടേ? പരിശുദ്ധമായ ദീനിലേക്ക് വരണ്ടേ? അല്ലേ? ഡൽഹിയിൽ നടന്ന ദാരുണമായ സംഭവത്തെ കുറിച്ച് പ്രതിഷേധിക്കണ്ടേ? നമ്മുടെ നാട്ടിൽ ഇത് നിത്യസംഭവങ്ങളായി മാറുന്നു. പലപ്പോഴും ഇത്തരം വിഷയങ്ങൾക്കെതിരെ ആരെങ്കിലും പ്രതികരിക്കുകയോ വിമർശിക്കുകയോ ചെയ്താൽ അവരെ ഇവരെ മൂടും തെറികൾ കൊണ്ട്. തെറി പറയട്ടെ, പ്രശ്നമില്ല, പക്ഷേ ഇത് പറയേണ്ടി വരികയാണ്. ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ അസ്മിയ എന്ന പെൺകുട്ടിയുടെ മരണമൊഴി ദർസിൽ പഠിക്കാൻ കൊണ്ടാക്കിയതാ. ഉമ്മ വിളിക്കാൻ വേണ്ടി വരികയാണ്. പെൺകുട്ടി വിളിക്കുന്നു, എനിക്ക് ഉമ്മയെ കാണണം, വരണം. ഓട്ടോ പിടിച്ച് അവിടെ എത്തുവാണ്. അവിടെ എത്തിയപ്പോഴേക്ക് ഇവര് മാറി കളിക്കുക, ഓരോന്ന് പറഞ്ഞ് കുട്ടി കുളിക്കുകയാണ്, അത് ചെയ്യാണ്, ഞാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കുട്ടി കുളിക്കുകയാണ്. 1 മണിക്കൂർ കഴിഞ്ഞു, ഇതുവരെ എൻ്റെ കുട്ടിയുടെ കുളി കഴിഞ്ഞില്ലേ? നോക്കുമ്പോൾ കുട്ടി തൂങ്ങി മരിച്ചിരിക്കുന്നു. കുട്ടിയെ ഇവര് കഴുത്തിൽ നിന്ന് കയറ് അറുത്തു മാറ്റുന്ന സാഹചര്യമാണ് മാതാവ് കണ്ടുകൊണ്ടുവരുന്നത്. എന്നിട്ടൊരു വണ്ടി പോലും വിട്ടുകൊടുക്കാതെ ഇവരൊരു ഓട്ടോ പിടിച്ച് കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന സാഹചര്യമുണ്ടായി. ദർസിൽ പഠിച്ച പെൺകുട്ടിയാ അസ്മിയ. നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ് അതൊക്കെ. അസ്മിയ എന്ന 17 വയസ്സുകാരി മരിച്ചത് ആത്മഹത്യ അല്ല എന്ന് വെളിപ്പെടുത്തൽ നടത്തി പെൺകുട്ടിയുടെ മാതാവ്. കൊലപാതകമാണ് നടന്നിരിക്കുന്നത് എന്നും തെളിവുകൾ നിരത്തി ഉമ്മ പറയുന്നു. മകൾ മരിക്കുന്നതിന് മുൻപാണ് എന്നെ വിളിച്ചത്. ഇവിടെ മോശമായ സ്ഥലമാണ് എന്നും ഇവിടെയുള്ളവർ മോശക്കാരാണ് എന്നും
എന്നെ ഉടൻ ഇവിടെ നിന്ന് രക്ഷിക്കണം എന്നുമായിരുന്നു അസ്മിയ ഉമ്മയെ വിളിച്ച അവസാന ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചയും മാത്രമേ ഫോൺ വിളിക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അവൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഫോൺ വിളിക്കാതിരുന്നപ്പോൾ ഉസ്താദിനെ വിളിച്ചുവെന്നും ഉമ്മ പറയുന്നു. മകളെ നേരിട്ട് വിളിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല, ഉസ്താദിനെയാണ് വിളിക്കേണ്ടത്. മാത്രമല്ല, കുളിമുറിയിൽ തൂങ്ങി മരിച്ചു എന്ന ഉസ്താദും മറ്റും പറയുന്നത് പച്ചക്കള്ളമാണ് എന്നും മകൾ മരിച്ചു കിടന്നത് ലൈബ്രറിയിൽ ആയിരുന്നു എന്നും ഉമ്മ പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ടത് ലൈബ്രറിയിൽ നിന്നും മകളുടെ ശരീരം അവർ തൂക്കിപ്പിടിച്ച് കൊണ്ടുവരികയായിരുന്നു എന്നും ഉമ്മ പറയുകയാണ്. ഉമ്മയുടെ വെളിപ്പെടുത്തലിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: എല്ലാ വെള്ളിയാഴ്ചയുമായിരുന്നു ഫോൺ വിളിക്കാൻ അനുവാദം ഉണ്ടായിരുന്നത്. ഈ വെള്ളിയാഴ്ച മകൾ വിളിച്ചില്ല. അപ്പോൾ ഉസ്താദിനെ വിളിച്ചു ചോദിച്ചു, ഉസ്താദ് വെള്ളിയാഴ്ച വിളിക്കുന്ന മോൾ ഇന്ന് വിളിച്ചില്ല, എന്താണ് കാരണം എന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചു. അപ്പോൾ വൈകിട്ട് 6 മണിയായി. ഉസ്താദ് പറഞ്ഞു അവൾ നാളെ വിളിക്കുമെന്ന്. പിന്നെ വിളി കാത്ത് ഇരിപ്പായി. ശനിയാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്കാണ് അസ്മിയ എന്നെ വിളിക്കുന്നത്. അസ്മിയ ഫോൺ എടുത്തിട്ട് വലിയ നിലവിളിയായിരുന്നു. അവളുടെ തൊണ്ടയിൽ നിന്നും ശബ്ദത്തിന് മാറ്റമുണ്ടായിരുന്നു. ഒച്ച അടച്ച രീതിയിലായിരുന്നു ശബ്ദം. ഉമ്മ എന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോകണം, ഈ മദ്രസ കൊള്ളൂല, ഇവിടത്തെ ആരും ശരിയല്ല, ഇവിടത്തെ ആളുകൾ കൊള്ളത്തില്ല ഉമ്മ, എന്നെ ഇവിടെ നിന്നും ഉടൻ കൊണ്ടുപോകണം ഉമ്മ എന്ന് എന്നോട് അവൾ പറഞ്ഞു. എന്നെ കൊണ്ടുപോ പൊന്നുമ്മ. അവളുടെ കരഞ്ഞു പറച്ചത് കേട്ടപ്പോൾ ആകപ്പാട് വിഷമമായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൾ ഒരു 5-6 ദിവസം കൂടി അവിടെ നിൽക്കൂ. മോള് പറഞ്ഞു, പറ്റൂല, എനിക്കിവിടെ താങ്ങാനാവില്ല ഉമ്മ, എന്നെ ഉടൻ രക്ഷിച്ചു കൊണ്ടുപോകണം. മകൾ ഭയങ്കര കരച്ചിലായിരുന്നു. നിങ്ങളുടെ അസ്മിയെ വേണമെങ്കിൽ ഉടൻ വന്ന് കൊണ്ടുപോയെന്ന് മകൾ കരഞ്ഞു പറയുകയായിരുന്നു. ഉടൻ തന്നെ ഭീമാ പള്ളിയിൽ നിന്നും വീട്ടുകാർ ബാലരാമപുരത്തെ മദ്രസയിലേക്ക് അതിവേഗം പോവുകയായിരുന്നു എന്ന് ഉമ്മ പറയുന്നു. എന്നാൽ അവിടെ ചെന്നപ്പോൾ ലൈബ്രറിയിൽ മകൾ മരിച്ചു കിടന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. കുളിമുറിയിൽ ആയിരുന്നു എന്നാണ് ഉസ്താദ് ആദ്യം പറഞ്ഞത്. എന്നാൽ മകളുടെ തലമുടി നനഞ്ഞിരുന്നില്ല, മുടി പിന്നി കെട്ടിയിട്ട നിലയിൽ ആയിരുന്നു. കുളിമുറിയിൽ ആയിരുന്നു എന്ന് പറഞ്ഞ അസ്മിയ ഞങ്ങൾ ചെന്നപ്പോൾ ലൈബ്രറിയിൽ മരിച്ചു കിടന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. തൂങ്ങി മരിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് ഇവർ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല? ആശുപത്രിയിൽ പോലും മകളെ എത്തിച്ചില്ല. ഞങ്ങൾ തൊട്ടു നോക്കിയപ്പോൾ അസ്മിയ മോളുടെ ശരീരം തണുത്ത ഐസ് പോലെ ഇരിക്കുന്നു. അതായത് മരിച്ചിട്ടേറെ നേരമായിരുന്നു. ഷോൾ ഇല്ലായിരുന്നു. ചുരിദാർ മാത്രമിട്ട ശരീരം അവർ ഞങ്ങളെ കാണിക്കാൻ തൂക്കിക്കൊണ്ട് വരികയായിരുന്നു. എന്നിട്ടും മദ്രസ അധികാരികൾ പോലീസിനെ വിളിക്കുകയോ ആംബുലൻസ് വിളിക്കുകയോ ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കുകയോ ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയായിരുന്നു എന്ന് ഉമ്മ പറയുന്നു. മകൾ ആത്മഹത്യ ചെയ്തതല്ല, കൊലപാതകം എന്നാണ് ഉമ്മയും വീട്ടുകാരും പറയുന്നത്. തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ നിലയിൽ ആയിരുന്നില്ല മൃതദേഹം ഞങ്ങൾക്ക് കണ്ടതും കിട്ടിയതും എന്ന വീട്ടുകാർ. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും പെടാത്തതുമായ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. പറയുന്നതൊന്നുമല്ല, വനിതാ മതിലിനു വേണ്ടി രംഗത്തിറങ്ങിയ ഒരുപാട് ആളുകളുണ്ടല്ലോ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞ് ഒരുപാട് അപ്പിക്കുപ്പായക്കാരികൾ രംഗത്തിറങ്ങിയല്ലോ. നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞ് മുസ്ലിം പെൺകുട്ടികൾ രംഗത്തിറങ്ങിയപ്പോൾ മുസ്ലിം പള്ളികളിൽ മുസ്ലിം സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആരും ഇറങ്ങാതിരുന്നത്? കാര്യം കൃത്യമായെന്ന് വിശ്വസിക്കുന്നു. 11 മണിക്ക് നമുക്ക് കോളിൽ കാണാം കേട്ടോ.